Hello everyone. System of linear equations AX equal to ഫോമിലുള്ള സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ന്യൂമറിക്കൽ മെത്തേഡ്സിൽ എങ്ങനെ സോൾവ് ചെയ്യും എന്നാണ് ഈ സെഷനിൽ നമ്മൾ കാണാൻ പോവുക. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന രണ്ട് മെത്തേഡ്സ് ആണ്. ഒന്ന് ജക്കോബീസ് ഐട്രേഷൻ മെത്തേഡ് ആൻഡ് ദി അതർ വൺ ഇസ് ഗോസ്-സീഡാൽ ഐട്രേഷൻ മെത്തേഡ്. ഓക്കെ, അപ്പോൾ ആദ്യം ജക്കോബീസ് ഐട്രേഷൻ മെത്തേഡ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മളിപ്പോൾ ഒരു 3 വേരിയബിൾ ഉള്ള ഒരു സിസ്റ്റം ആണ് കൺസിഡർ ചെയ്യുക. Okay, so a1x plus b1y plus c1z equal to d1 is the first equation. a2x plus b2y plus c2z equal to d2 is the second equation. a3x plus b3y plus c3z equal to d3 is the third equation. അപ്പോൾ ഇങ്ങനെ 3 ഇക്വേഷൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. നമുക്ക് 3 വേരിയബിളും ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ ജക്കോബീസ് ഐട്രേഷൻ മെത്തേഡ് ഉപയോഗിക്കണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ ഐട്രേഷൻ മെത്തേഡ് ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോഴേ അത് കൺവേർജ് ചെയ്തിട്ട് നമുക്കൊരു ഫൈനൈറ്റ് ഒരു ആൻസറിലേക്ക് എത്തുകയുള്ളൂ, അല്ലെങ്കിൽ ആ ആൻസർ ഡൈവേഴ്സ് ചെയ്തു പോകും. ഓക്കെ, അപ്പോൾ അവിടുത്തെ കണ്ടീഷൻ ഇതാണ്. ഫസ്റ്റ് കണ്ടീഷൻ ഇതാണ്: മോഡുലസ് ഓഫ് a1 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ മോഡുലസ് ഓഫ് b1 പ്ലസ് മോഡ് c1. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് a11 പൊസിഷൻ, ആദ്യത്തെ എലമെന്റ് എക്സിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നതിന്റെ മോഡുലസ് ഈ അടുത്തുള്ള ബാക്കി രണ്ടെണ്ണത്തിന്റെ b1ന്റെ മോഡുലസ് പ്ലസ് c1ന്റെ മോഡുലസിലും കൂടുതലായിരിക്കണം. അതുപോലെ സെക്കൻഡ് ഇക്വേഷനകത്ത് b2 എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് b2 മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ മോഡുലസ് ഓഫ് a2 പ്ലസ് മോഡുലസ് ഓഫ് c2 ആയിരിക്കണം. ഓക്കെ, അതുപോലെ തേർഡ് കേസിൽ ഇതാണ് മോഡുലസ് ഓഫ് c3 മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ മോഡുലസ് ഓഫ് a3 പ്ലസ് മോഡുലസ് ഓഫ് b3 ആയിരിക്കണം. അപ്പോൾ ഇതിനെ നമ്മൾ ഡയഗണൽ ഡോമിനൻസ് എന്നാ പറയാം. അപ്പോൾ ഡയഗണൽ ഡോമിനൻസ് ഉള്ള മെട്രിക്സുകളാണെങ്കിലാണ് നമുക്ക് ഈ ജക്കോബീസ് ഐട്രേഷൻ മെത്തേഡ് വർക്കൗട്ട് ആവുക. ഓൾറൈറ്റ്, അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ ആദ്യത്തെ ഇക്വേഷനിൽ നമ്മൾ എക്സ് കണ്ടുപിടിക്കും. ഫസ്റ്റ് ഇക്വേഷനിൽ എക്സ് കണ്ടുപിടിക്കും. എക്സ് ഇസ് ഈക്വൽ ടു d1 മൈനസ് b1y മൈനസ് c1z ഡിവൈഡഡ് ബൈ a1 എന്ന് എഴുതും. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് എക്സിന്റെ വാല്യൂ. ഓക്കെ, അതുപോലെ സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് y കണ്ടുപിടിക്കും. ദാറ്റ് ഈസ് 1 ബൈ b2 d2 മൈനസ് a2x മൈനസ് c2z എന്ന് എഴുതാം. ഓക്കെ, അതുപോലെ മൂന്നാമത്തെ ഇക്വേഷനിൽ നിന്ന് z കണ്ടുപിടിക്കും. z equal to 1 by c3 d3 minus a3x minus b3y എന്ന് എഴുതാൻ പറ്റും. ഇതാണ് നമ്മുടെ 3 ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇതിനകത്ത് ചെയ്യേണ്ടത് ഇതൊരു ഐട്രേറ്റീവ് പ്രൊസീജിയർ ആണ്. അപ്പോൾ ഇനിഷ്യൽ ഒരു സെറ്റ് ഓഫ് വാല്യൂസ് നമ്മൾ ആദ്യം അസൈൻ ചെയ്യണം. ഇപ്പോൾ x0 y0 z0 നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് കിട്ടിയെന്ന് വിചാരിക്കും. നമ്മൾ ഇനിഷ്യൽ വാല്യൂ എടുക്കുകയാണ്. ആ വാല്യൂ റൈറ്റ് സൈഡിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് x1 y1 z1 കിട്ടും. വീണ്ടും ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് x2 y2 z2 കിട്ടും. വീണ്ടും ലേറ്റസ്റ്റ് വാല്യൂ ഈ ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് x3 y3 z3 കിട്ടും. അങ്ങനെ അടുത്തടുത്തുള്ള രണ്ട് സെറ്റ് ഓഫ് വാല്യൂസ് ഒരുപോലെ വരുമ്പോൾ നമുക്ക് ഈ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ്. അത് ഒരു പ്രോബ്ലത്തിൽ കൂടി നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. എനിവേ, ദിസ് ഈസ് ദ ഐഡിയ ബിഹൈൻഡ് ജക്കോബീസ് ഐട്രേഷൻ. ഓക്കെ, അപ്പോൾ നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഇതാണ് ഫസ്റ്റ് പ്രോബ്ലം എന്ന് വിചാരിക്കാം. അപ്പോൾ സോൾവ് 20x പ്ലസ് വൈ മൈനസ് 2z ഈക്വൽ ടു 17, 3x പ്ലസ് 20y മൈനസ് z ഈക്വൽ ടു മൈനസ് 18, 2x മൈനസ് 3y പ്ലസ് 20z ഈക്വൽ ടു 25 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആദ്യം ഈ ഡയഗണൽ ഡോമിനൻസ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഡയഗണൽ ഡോമിനൻസ് ആദ്യം നമ്മൾ ഓൾറൈറ്റ്. അപ്പോൾ നമുക്ക് കിട്ടും ആദ്യം നമ്മൾ എക്സിന്റെ കോഎഫിഷ്യന്റ് 20 ആൻഡ് ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ മോഡുലസ് ഓഫ് 1 പ്ലസ് മോഡുലസ് ഓഫ് -2. കാരണം ബാക്കി രണ്ടിന്റെ ഇപ്പോൾ ഇവിടെ 1 ആണ്, ഇവിടെ -2 ആണ്. മോഡുലസ് എടുത്ത് സംശയം നമുക്ക് 3 കിട്ടുള്ളൂ, ബട്ട് ദിസ് ഇസ് 20. അപ്പോൾ ഫസ്റ്റ് കേസിൽ അത് സാറ്റിസ്ഫൈ ചെയ്തു. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഇക്വേഷനിൽ നമുക്ക് എക്സ് കണ്ടുപിടിച്ച് എഴുതാവുന്നതാണ്. എക്സ് ഇസ് ഈക്വൽ ടു 17 മൈനസ് y പ്ലസ് 2z ഡിവൈഡഡ് ബൈ 1/20 ഇങ്ങനെ എഴുതാം. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ, എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് വൈയുടെ കോഎഫിഷ്യന്റ് നോക്കുക. വൈയുടെ കോഎഫിഷ്യന്റ് വീണ്ടും 20 ആണ്. ആൻഡ് ദ മോഡുലസ് ഓഫ് ദാറ്റ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ മോഡുലസ് ഓഫ് 3 പ്ലസ് മോഡുലസ് ഓഫ് -1 ആണ്. അതായത് ഈ 20 മോഡുലസ് ഓഫ് 20 മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ മോഡുലസ് ഓഫ് 3 പ്ലസ് മോഡുലസ് ഓഫ് -1 ആണ്. അപ്പോൾ അവിടെ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. അതുകൊണ്ട് സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് നമുക്ക് y എഴുതാവുന്നതാണ്. y ഈസ് ഈക്വൽ ടു, അപ്പോൾ വൈയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് -18 മൈനസ് 3x പ്ലസ് z ആൻഡ് ഡിവൈഡഡ് ബൈ 1/20. റൈറ്റ്, ഇതിന് y കണ്ടുപിടിക്കുക. അതാണ് നമ്മൾ ചെയ്തത്. ഇനി മൂന്നാമത്തെ കേസിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇസഡിന്റെ കോഎഫിഷ്യന്റ് നോക്കുക. അത് വീണ്ടും 20 ആണ്. അപ്പോൾ ഡയഗണൽ ഡോമിനൻസ് നോക്കിയാൽ മോഡുലസ് ഓഫ് 20 ഈസ് ഗ്രേറ്റർ ദാൻ
മോഡുലസ് ഓഫ് 2 പ്ലസ് മോഡുലസ് ഓഫ് -3 ആണ്. അപ്പോൾ ആ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യും. അതുകൊണ്ട് തേർഡ് ഇക്വേഷൻ നമ്മൾ z കണ്ടുപിടിക്കുന്നു. ആൻഡ് ദാറ്റ് ഈസ് അഗെയിൻ 1/20 ടൈംസ് 25 minus 2x minus 3y എന്നാണ് കിട്ടുക. ഇതാണ് നമ്മുടെ ഇനിഷ്യൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ലെറ്റ് മീ കോൾ ദിസ് as equation 1. ഓക്കെ, ഇതാണ് നമ്മുടെ ഇനിഷ്യൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകുന്നത് നമുക്കൊരു ഇനിഷ്യൽ സെറ്റ് ഓഫ് വാല്യൂസ് വേണം. നമുക്ക് ഒരു ഇനിഷ്യൽ വാല്യൂ വേണം. ആ ഇനിഷ്യൽ വാല്യൂവിനെ ഞാനിപ്പോൾ ഇവിടെ വിളിക്കുന്നത് x0 എന്ന് പറയുന്നത് എക്സിൻ്റെ വാല്യൂ, y0 എന്ന് പറയുന്ന വൈയുടെ വാല്യൂ, z0 എന്ന് പറയുന്നത് z-ൻ്റെ ഇനിഷ്യൽ വാല്യൂ ആണ്. ഇനിഷ്യലി ഞാനിപ്പോൾ അത് 3 0 0 0 ആയിട്ട് എടുത്തു വിചാരിക്കും. ഇനി ഈ വാല്യൂസ് വെച്ചിട്ടാണ് എനിക്ക് x1 y1 z1 ഇത് മൂന്നും കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഐറ്ററേഷൻ. ഇത് ഇനിഷ്യൽ ഐറ്ററേഷൻ നമ്മൾ ആദ്യം കണ്ടുപിടിച്ചതാണ്. സെക്കൻഡ് സ്റ്റെപ്പിൽ x1 y1 z1 കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ x1ൻ്റെ ഫോർമുല നമുക്കറിയാം. x1ൻ്റെ ഫോർമുല നമ്മൾ പറഞ്ഞത് 1/20 ടൈംസ് 17 മൈനസ് y പ്ലസ് 2z എന്നാണ്. അപ്പോൾ ഇവിടെ വൈയും ഇസഡും നമുക്ക് തൊട്ട് മുമ്പുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇത് y0 ഇത് z0 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1/20 ടൈംസ് 17 മൈനസ് y0 0 ആണ്, z0 0 ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ആൻസർ 17/20 എന്ന് കിട്ടും. ഓക്കെ, 17/20 is 0.85 എന്നാണ് കിട്ടുക. ഇതാണ് x1ൻ്റെ വാല്യൂ. അടുത്ത y1, വൈയുടെ ഇക്വേഷൻ നമുക്കറിയാം. അതും 1/20 ടൈംസ് -18 മൈനസ് 3x0 പ്ലസ് z0 എന്നാണ്. അപ്പോൾ x0ഉം y0 z0ൻ്റെ വാല്യൂ രണ്ട് 0 എന്നാണ് കിട്ടിയത്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുക -18/20 എന്ന് കിട്ടും. -18/20 എന്ന് പറയുന്നത് -0.9 ആണ്. അപ്പോൾ നമുക്ക് y1ൻ്റെ വാല്യൂ കിട്ടി. അടുത്തത് z1ൻ്റെ വാല്യൂ ആണ്. ഫോർമുല 1/20 ടൈംസ് 25 മൈനസ് 2x പ്ലസ് 3y ആണ്. അപ്പോൾ x0 y0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ x0ഉം y0ഉം 0 ആണ് നമ്മൾ ആദ്യം കൊടുത്തിരിക്കുക. ഫസ്റ്റ് ഐറ്ററേഷൻ ആണ് വാല്യൂ കൊടുക്കുക. x0ഉം y0ഉം 0 ആണ്. അതുകൊണ്ട് 25/20 എന്ന് കിട്ടും. 25/20 എന്ന് കിട്ടും. ആൻഡ് ദാറ്റ് ഈസ് 1.25. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സെറ്റ് ഓഫ് വാല്യൂസ് ഇവിടെ കിട്ടി. x1 y1 z1 കിട്ടി. ഓക്കെ, അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ പറഞ്ഞ പോലെ x2 കാണണം, y2 കാണണം, z2 കാണണം. അപ്പോൾ ആ ഫോർമുലയ്ക്കകത്തെല്ലാം നമ്മൾ x1ഉം y1ഉം z1ഉം വെച്ചിട്ടായിരിക്കണം ഫോർമുല എഴുതുന്നത്. അപ്പോൾ x2 is going to be 1/20 times 17 minus y0. 17 minus y1. y0 അല്ല, ഇത് y1 ആകും. y1ൻ്റെ വാല്യൂ നമുക്കറിയാം -0.9 ആണ്. റൈറ്റ്, അപ്പോൾ ഇത് പ്ലസ്, ഓക്കെ, ഓർ ലെറ്റ് മീ റൈറ്റ് ഇറ്റ് ലൈക്ക് y1 പ്ലസ് 2z1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1/20 ടൈംസ് 17 പ്ലസ് 0.9 മൈനസ് 2 ടൈംസ് z1 1.25. ഇത് സിംപ്ലിഫൈ ചെയ്യാം. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1.02 എന്ന് കിട്ടും. ഓക്കെ, അടുത്ത് y2 എഴുതണം. y2 is again 1/20 ടൈംസ് -18 മൈനസ് 3x1 plus z1. Okay, which is equal to 1/20 times -18 minus 3 times x1. x1 എന്ന് പറയുന്നത് 0.85 plus z1. z1 is 1.25. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ y2ൻ്റെ വാല്യൂ -0.965 എന്നാണ്. ഇതുപോലെ തന്നെ z2ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/20 ടൈംസ് 25 മൈനസ് 2x1 പ്ലസ് 3y1 ഈക്വൽ ടു x1ഉം y1ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 1.1515 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് അടുത്ത സെറ്റ് ഓഫ് വാല്യൂസ് കിട്ടി. x2 y2 z2 എന്ന് പറയുന്ന പുതിയ സെറ്റ് ഓഫ് വാല്യൂസ് കിട്ടി. ഇനി ഈ x2 y2 z2 വെച്ചിട്ട് നമ്മൾ x3 y3 z3 കണ്ടുപിടിക്കണം.
അതാണ് നമ്മുടെ തേർഡ് iteration. I mean fourth iteration. Okay, so x3 is there, y3 is there, z3 is there. Okay, അപ്പോൾ x3 എന്ന് പറയുന്നത് ഫോർമുല ഇതാണ് 1/20 times 17 minus y2 plus 2z2. അപ്പോൾ ഏറ്റവും റീസെൻ്റ് ആയിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള y2 z2 നമുക്കറിയാം. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 1.0134 എന്ന് കിട്ടും. അതുപോലെ y3യുടെ വാല്യൂ 1/20 times minus 18 minus 3x2 plus z2. അപ്പോൾ x2ൻ്റെയും z2 വാല്യൂ ആണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് കിട്ടും -0.9954 എന്ന് കിട്ടും. ഇതുപോലെ z3 കണ്ടുപിടിക്കുമ്പോൾ 1/20 times 25 minus 2x2 plus 3y2. ഓക്കെ, അപ്പോൾ ഈ x2ൻ്റെയും y2ൻ്റെയും വാല്യൂ നമുക്കറിയാം. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1.0032 എന്നാണ്. ഓക്കെ, ഇതാണ് നമുക്കിപ്പോൾ കിട്ടിയ ഫോർത്ത് iteration എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, നെക്സ്റ്റ് iterationൽ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് x4, y4 ആൻഡ് z4 ആണ്. അപ്പോൾ x4ൻ്റെ ഫോർമുല 1/20 minus 17 minus y3 plus 2z3 എന്നാണ്. അപ്പോൾ y3 z3 നമ്മളിപ്പോൾ കണ്ടുപിടിച്ച വാല്യൂ ആണ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും 1.0009 എന്ന് കിട്ടും. അതുപോലെ y4 is equal to 1/20 times -18 minus 3x3 plus z3 എന്ന് കിട്ടും. അപ്പോൾ ഇതിനകത്ത് x3 z3 നമ്മളിപ്പോൾ കണ്ടുപിടിച്ച വാല്യൂ ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും -1.0018 എന്ന് കിട്ടും. അതുപോലെ z4 is equal to 1/20 25 minus 2x3 plus 3y3 എന്നാണ് കിട്ടുക. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ x3 y3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ 0.9993 എന്ന് കിട്ടും. ഓക്കെ, അതുപോലെ അടുത്ത iteration നമ്മൾ ഇതുപോലെ തന്നെ ഈ ഇക്വേഷനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന x4 y4 z4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ പുതിയ x5 y5 x5 അതുപോലെ y5 പിന്നെ z5 ഇത് മൂന്നുമായിരിക്കും കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന x5 എന്ന് പറയുന്നത് 1.0000, അതുപോലെ y5 എന്ന് പറയുന്നത് -1.0002, അതുപോലെ z5 എന്ന് പറയുന്നത് 0.9996 എന്ന് കിട്ടും. Okay, and we'll do just one more iteration. That's the seventh iteration. There you will get x6 is equal to 1 and y6 is equal to -1 and z6 is equal to 1 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഓൾമോസ്റ്റ് ഈ രണ്ട് iteration, അതായത് x5 1 ആണ്, x6 1 ആണ്, y5 എന്ന് പറയുന്നത് -1.0002, ഇത് -1 and ഇത് 0.9995 and this is 1. അപ്പോൾ ഇത് തമ്മിലുള്ള ഈ രണ്ട് സെറ്റ് ഓഫ് വാല്യൂസ് തമ്മിലുള്ള എറർ വളരെ കുറവാണ്, അതായത് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് വാല്യൂസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. therefore the solution is x is equal to 1, y is equal to -1 and z is equal to 1. ഇത് നമുക്ക് നമ്മുടെ പ്രോബ്ലത്തിൽ എഴുതി വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. x equal to 1, y equal to -1, z equal to 1 ഈ വാല്യൂ ശരിയാവും നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ജക്കോബിയസ് iteration വെച്ചിട്ട് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഓഫ് കൺവേർജൻസ് വളരെ സ്ലോ ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ അതായത് 7 iterations വരെ ചെയ്യേണ്ട വന്നു എന്നുള്ളതാണ്, ഇൻക്ലൂഡിങ് ദ ഫസ്റ്റ് ഇനീഷ്യൽ വാല്യൂ. 7 iteration ചെയ്തപ്പോഴാണ് നമുക്ക് ഇതുപോലെ ഒരു വാല്യൂസ് കിട്ടിയത്. ഓക്കെ, അടുത്ത് നമുക്ക് ഒരു പ്രോബ്ലം കൂടി ഇവിടെ നിന്ന് ചെയ്യാം, ജക്കോബിയസ് iteration. ഇതാണ് പ്രോബ്ലം 2. ഇവിടെ നമുക്ക് ഡയഗണൽ ഡോമിനൻസ് ആദ്യം ടെസ്റ്റ് ചെയ്യാം. So modulus of 5 is greater than modulus of -1 plus 1. So first condition നമുക്ക് x എഴുതാം. So x is equal to 10 plus y minus z divided by 5. Alright. അതുപോലെ സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് ഇപ്പോൾ വൈയുടെ കോഎഫിഷ്യന്റ് നമ്മൾ 4 എടുത്താൽ മോഡുലസ് ഓഫ് 4 is greater than മോഡുലസ് ഓഫ് 2. ഇവിടെ z-ന്റെ കോർഡിനേറ്റ് ഇല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ കണ്ടീഷൻ ശരിയാകുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ y കോർഡിനേറ്റ് ആണ് സെലക്ട് ചെയ്യുക. സോ y is going to be 12 minus 2x by 4 എന്ന് എഴുതാം. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ z-ന്റെ കോഎഫിഷ്യന്റ് മോഡുലസ് ഓഫ് 5 is greater than മോഡുലസ് ഓഫ് 1 plus മോഡുലസ് ഓഫ് 1. അപ്പോൾ അവിടെ കണ്ടീഷൻ ശരിയാകുന്നുണ്ട്. അപ്പോൾ തേർഡ് ഇക്വേഷനിൽ നിന്ന് നമ്മൾ z എഴുതുക. z is equal to -1 minus x minus y divided by 5 എന്ന് എഴുതാം.
ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇനിഷ്യൽ ഐട്രേഷൻ like x naught equal to 0 and y naught equal to 0, z naught equal to 0 എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് x1 is equal to 10 plus y naught minus z naught divided by 5 എന്നാണ്. ഇവിടെ y naughട്ടും z naughട്ടും 0 ആണ്. അപ്പോൾ 10/5 is equal to നമുക്ക് 2 എന്ന് കിട്ടും. Alright, 2 എന്ന് കിട്ടും. അടുത്തത് y1 is equal to formula 1/4 times 12 minus 2 x naught ആണ്. അപ്പോൾ x naught 0 ആണ്. അപ്പോൾ 12/4 എന്ന് പറയുന്നത് നമുക്ക് 3 എന്ന് കിട്ടും. ഓക്കെ, അതുപോലെ z1 എന്ന് പറയുന്നത് 1/5 times -1 minus x naught minus y naught ആണ്. അപ്പോൾ x naughട്ടും y naughട്ടും 0 ആണ്. അപ്പോൾ -1/5 എന്ന് പറയുന്നത് -0.2 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് x1 y1 z1 കിട്ടി. ഇനി ഇതുപോലെ അടുത്തത് കണ്ടുപിടിക്കാം. x2, right? x2 is equal to 1/5 times 10 plus y1 minus z1. അപ്പോൾ y1ന്റെ വാല്യൂ നമുക്കറിയാം, z1ന്റെ വാല്യൂ അറിയാം. അപ്പോൾ ആ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2.64 എന്നാണ്. അതുപോലെ y2 is equal to 1/4 times 12 minus 2x1. x1ന്റെ വാല്യൂ നമുക്കിപ്പോൾ 2 എന്നറിയാം. അപ്പോൾ 2 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 2 എന്ന് കിട്ടും. അതുപോലെ z2 is equal to again 1/5 times -1 minus x1 minus y1. x1ന്റെയും y1ന്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് -1.2 എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് x2 y2 z2 എന്ന് പറയാം. ഇതുപോലെ അടുത്ത സെറ്റ് ഓഫ് വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അത് എന്ന് പറയുന്നത് ഫോർത്ത് ഐട്രേഷൻ ആണ്. x3 y3 z3. ഞാൻ ഫോർമുല ഫുൾ എഴുതുന്നില്ല. ഫോർമുല എഴുതി ഈ പറഞ്ഞ രീതിയിൽ തന്നെ നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ബിക്കോസ് ഇവിടെ നമുക്ക് x2 y2 z2 കിട്ടി. അടുത്ത് x3 y3 z3 ആണ് നമുക്ക് കിട്ടുക. അവിടെ നമുക്ക് കിട്ടുന്നത് 2.64, അതുപോലെ 1.68, അതുപോലെ തേർഡ് വാല്യൂ ഇസ് ഗോയിങ് ടു ബി -1.064 എന്ന് കിട്ടും. അടുത്ത ഐട്രേഷനിലേക്ക് വരുമ്പോഴേക്കും x4 y4 z4 ഈ പറഞ്ഞ ഫോർമുല എഴുതിയിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞ് x3 y3 z3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് x4 y4 z4 കണ്ടുപിടിക്കാൻ പറ്റുക. അപ്പോൾ ആ വാല്യൂ എന്ന് പറയുന്നത് 2.5488, അതുപോലെ ഇത് 1.68 തന്നെ കിട്ടും. ആൻഡ് ഹിയർ ഇറ്റ് ഈസ് -1.0458 എന്നാണ് കിട്ടും. അടുത്ത ഐട്രേഷൻ ചെയ്യുമ്പോൾ അപ്പോൾ യൂസിങ് x4 y4 and z4 we find x5 y5 and z5, and those values are 2.5451, 1.7256 and -1.0458 എന്ന് കിട്ടും. Alright, next iteration x6 y6 z6 ആണ്. അപ്പോൾ അതിൽ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുക 2.5543 എന്നാണ്. അതുപോലെ y6ന്റെ വാല്യൂ 1.7275 and here it is -1.0541 എന്ന് കിട്ടും. Alright, and next is x7 y7 and z7. Okay, x7 is going to be 2.5563 and 1.7229 and -1.0563 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ഓൾമോസ്റ്റ് ഈ അവസാനത്തെ രണ്ട് വാല്യൂസ് കമ്പയർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് ഇത് സെയിം ആണ്. വേണമെങ്കിൽ ഒരെണ്ണം കൂടി ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. എനിവേ, so I stop here. So let me conclude the answer as x equal to 2.5563 and y is equal to 1.7229 and z equal to -1.0563. This is going to be the answer. Okay, so hope you get that. ഇതാണ് ജക്കോബീസ് മെത്തേഡ് പറയാം. ഓക്കെ, സോ
ഇതുപോലെയുള്ള പ്രോബ്ലംസ് കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, സോ ഐ തിങ്ക് വി ക്യാൻ വൈൻഡ് അപ്പ് ദിസ് സെഷൻ. ഓൾറൈറ്റ്, താങ്ക് യു.